നമസ്കാരം, അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം. കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ജോലി നേടാം. ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിരിക്കുന്നത്. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 3 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 3 അപേക്ഷാ ഫീസ് ഒന്നും തന്നെയില്ല. എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേക്കൻസിയുടെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കും ഈ ഡേറ്റുകളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കുമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. പ്രതീക്ഷിത ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള യോഗ്യത ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ഓയിൽ ടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സയൻസ് അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിലുള്ള ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മൈക്രോബയോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെഡിസിനൽ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലാണ് അവസരങ്ങൾ നൽകുന്നത്. നിരവധി അവസരങ്ങളുണ്ട്. പ്രതീക്ഷിത ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിൽ ആണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 3 അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വേക്കൻസി എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങൾക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. താങ്ക് യു.